അദ്ദേഹം പറയുകയാണ് വസ്സിറുൽ ആളം, ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്, അഥവാ തൗബയുടെ ഗുണങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, രഹസ്യം എന്നാണ് ഉദ്ദേശിച്ചത് അത്ഭുതകരമായ കാര്യം അത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഹദീസാണ് പറയുന്നത്. ഏതാണ് ഹദീസ്? അനസ് ബിൻ മാലിക്കിൽ നിന്ന് ഇമാം ബുഖാരിക്ക് ഉദ്ധരിച്ചിട്ടുള്ള അറിയപ്പെട്ട ഹദീസ്. ലല്ലാഹു അഫ്റഹു ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. അള്ളാഹുവിൻ്റെ അടിമ അവനിലേക്ക് തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സന്തോഷം മിൻ അഹദിക്കും കാന അല റാഹിലതിഹി ബിഅർദിൻ ഫലാഹ്. നിങ്ങൾ ഒരാളുടെ അവസ്ഥ സങ്കല്പിക്കുക, അതുപോലെയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ്. എന്താണ് അവസ്ഥ? കാന അല റാഹിലതിഹി ബിഅർദിൻ ഫലാഹ്. ഒരു മരുഭൂമിയിൽ തൻ്റെ വാഹനപ്പുറത്ത്, ഒട്ടകത്തിൻ്റെ പുറത്ത് അയാൾ സഞ്ചരിക്കുകയാണ്. അലൈഹ തആമുഹു വ ശറാബുഹു, അവൻ്റെ ഭക്ഷണവും പാനീയവും കുടിക്കാനുള്ള വെള്ളവും ഒക്കെ ആ ഒട്ടകത്തിൻ്റെ പുറത്താണ്. ഫൻഫലതത് മിൻഹു, ആ ഒട്ടകം അത് അവനെ വിട്ടുപോയി. അവൻ വിശ്രമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവനെ കുതറി താഴെ ഇട്ടിട്ടോ അത് ഓടിപ്പോയി, കാണാതെയായി. വഖദ് യഇസ മിൻഹ, അങ്ങനെ ആ ഒട്ടകം ഇനി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു, അന്വേഷിച്ചിട്ട് കാണുന്നില്ല. ഫവജദ ഷജറത്തൻ, അയാൾ ഒരു മരം കണ്ടു. ഫൽതജഅ ഫി ളില്ലിഹ, ആ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ പോയി. വഖദ് യഇസ മിൻ റാഹിലതിഹി, അവന്റെ ഒട്ടകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അഥവാ മരണം മാത്രമാണ് ഇനിയുള്ളത്. അങ്ങനെ മരിക്കാൻ തയ്യാറായി മരത്തിന്റെ താഴെ അയാൾ ഇരിക്കുകയാണ്. ഫബൈനമാ ഹുവ കദാലിക് ഇദാ ഹുവ ബിഹ ഖായിമത്തൻ ഇൻദഹു, അങ്ങനെ വിശ്രമിച്ച് നിരാശനായി അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒട്ടകം അവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര സന്തോഷം ആയിരിക്കും അവന്. ഫഅഖദ ബിഖിതാമിഹ, അങ്ങനെ സന്തോഷം കൊണ്ട് ഇവനി ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ചു. ثم قال اللهم انت عبدي وانا ربك اخطا من شده الفرح, സന്തോഷം കൊണ്ട് തെറ്റിപ്പോയി അയാൾക്ക്. അയാൾ പറഞ്ഞു അല്ലാഹുമ്മ അൻത അബ്ദി, അല്ലാഹു നീ എൻ്റെ അടിമയാണ്, വാന റബ്ബുക്, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞു പോയി. അൻത റബ്ബി വാന അബ്ദുക് എന്നാണ് ഉദ്ദേശിച്ചത്. സന്തോഷം കൊണ്ട്, ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ട് തെറ്റിപ്പോയി. അയാൾക്ക് എത്ര സന്തോഷമുണ്ടാകും? അതിനേക്കാൾ സന്തോഷം അള്ളാഹുവിനുണ്ടാകും എപ്പോൾ? ഹീന യതൂബു ഇലൈഹി, ഒരടിമ അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ. അപ്പോൾ തൗബ എന്ന് പറയുന്നത് അത് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ നിങ്ങളെല്ലാവരും അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. മുഅ്മിനാണോ അവരെല്ലാം തൗബ ചെയ്യേണ്ടവരാണ്. എല്ലാവരുടെ അടുത്തും തെറ്റുകളുണ്ടാകും. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ മൻസിലത്തു തൗബ എന്ന് പറയുന്ന ആ ഭാഗം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് വത്തൗബതു അവ്വലുൽ മനാസിലി വവസതുഹാ വആഖിറുഹാ, തൗബയാണ് ഈ പറയുന്ന എല്ലാത്തിൻ്റെയും തുടക്കവും അതിൻ്റെ മധ്യവും അതിൻ്റെ അവസാനവും. എന്നാൽ എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ് തൗബ. അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ ഈ മുസീബത്തുകളിൽ നിന്ന്, ഈ പറഞ്ഞ മുസീബത്തുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തും.